നമസ്കാരം, സന്തോഷ് ഫണ്ട് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫേസ്ബുക്കിനെ കുറിച്ചാണ്. അതായത് ഫേസ്ബുക്കിൽ നമുക്ക് പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് റെസ്ട്രിക്ഷൻസ്. അതായത് ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്കൊക്കെ റെസ്ട്രിക്ട് ചെയ്യപ്പെടുക. അതും അല്ലെങ്കിൽ നമുക്ക് കമന്റ് ഇടാൻ പറ്റാത്ത അവസ്ഥ വരിക. അതും അല്ലെങ്കിൽ അക്കൗണ്ട് തന്നെ ബ്ലോക്കായി പോവുക, സസ്പെൻഡ് ചെയ്യപ്പെടുക. അതും അല്ലെങ്കിൽ നമ്മളുടെ പേരിൽ വേറെ ഒരാൾ ഒരു ഫേക്ക് നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങുന്നു. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എവിടെയാണ് നമ്മൾക്ക് കംപ്ലൈന്റ് ചെയ്യേണ്ടത്? അതും അല്ലെങ്കിൽ നമ്മൾ തന്നെ ഏതെങ്കിലും ഒരാളുടെ ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങുകയും അത് ഏതെങ്കിലും രീതിയിൽ പിടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത്? ഇതുപോലുള്ള വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ സൊസൈറ്റിയിൽ പാലിക്കേണ്ട എല്ലാ നിയമങ്ങളും ഈ ഫേസ്ബുക്കിന്റെ കാര്യത്തിൽ നമ്മൾ പാലിക്കണം എന്നുള്ളതാണ് സത്യം. അങ്ങനെ പാലിച്ചിട്ടില്ലെങ്കിൽ തന്നെ അവരുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിനെതിരാണെന്ന് പറഞ്ഞിട്ട് നമുക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോ ഏതെങ്കിലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു മതം ആയിക്കോട്ടെ, രാഷ്ട്രീയ നേതാവോ സംതിങ് ഒരാളെ പരിധി വിട്ട് നമ്മൾ ഹറാസ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ തേജോവധം ചെയ്യുന്ന രീതിയിലോ അതും അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുക, തല്ലും കൊല്ലും എന്നൊക്കെ പറയുക, ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം അവര് ഫേസ്ബുക്ക് വളരെ സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത്. ഈ ഫേസ്ബുക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു AI ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഈവൻ ഒരു മെസ്സേജ് ഒരു കമന്റ് ഇടുകയാണെങ്കിൽ പോലും ആ കമന്റിന്റെ അർത്ഥം എന്താണെന്ന് അത് മനസ്സിലാക്കുന്നു. ഇടുന്ന എല്ലാ പോസ്റ്റിന്റെയും അത് ഇപ്പൊ മലയാളം ആയാലും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിന്റെ ഇംഗ്ലീഷ് എന്താണെന്നുള്ളത് അത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നമ്മൾ പരിധി വിട്ടിട്ടുള്ള കാര്യങ്ങൾ ഇടുമ്പോഴാണ്, അതായത് നമ്മൾ സാധാരണഗതിയിൽ അതായത് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയൊക്കെ പറയാം. നമ്മൾ സാധാരണഗതിയിൽ ഒരു സമൂഹ ജീവി എന്ന രീതിയിൽ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. ഈ കാര്യം നിങ്ങൾ ഫേസ്ബുക്കിലും പാലിക്കണം. അല്ലാതെ ഫേസ്ബുക്കിൽ എന്ത് തോന്നിയോ ചെയ്തു വിടുക എന്ന് ഏതെങ്കിലും ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ അത് AI കണ്ടുപിടിക്കുകയും ഇയാൾ ഇങ്ങനെ വളരെ മോശമായിട്ട് ഇന്ന വ്യക്തികൾക്കെതിരെ അല്ലെങ്കിൽ ഇന്ന പ്രസ്ഥാനത്തിനെതിരെ അല്ലെങ്കിൽ ഇന്ന മതത്തിനെതിരെ, ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ, അതുപോലെ ഇന്ന രാജ്യത്തിനെതിരെ എഴുതിയിട്ടുണ്ടെന്ന് അത് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്കെതിരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം വരും. അതിനാണ് സസ്പെൻഡ് ചെയ്യുക എന്ന് പറയാം. അതായത് നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്താൽ, ദാറ്റ് ഇസ് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അത് സസ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതല്ലെങ്കിൽ 1 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അതല്ലെങ്കിൽ 30 ദിവസം, മാക്സിമം 3 മാസം റെസ്ട്രിക്ട് ചെയ്യുകയാണ് ശരിക്കും ചെയ്യുന്നത്. നിങ്ങൾക്ക് പുതുതായിട്ട് പോസ്റ്റ് ഇടാൻ പറ്റാത്ത അവസ്ഥ വരിക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് റീച്ച് തീരെ കുറഞ്ഞു പോകാൻ, നിങ്ങൾ ഇടുന്ന സാധനം മറ്റുള്ളവർ കാണാൻ. എന്താണ് റീച്ച് കുറഞ്ഞു പോകാന്ന് കൂടെ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് നിങ്ങൾക്കൊരു 5000 ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണെന്ന് വിചാരിച്ചോ. നിങ്ങൾ ഒരു സാധനം ഇട്ട സാധാരണഗതിയിൽ 5000 പേര് കാണേണ്ടതാണ്. പക്ഷേ നിങ്ങൾ എപ്പോഴും കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന് എതിരായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഫേസ്ബുക്കിന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ 5000 ആളുകൾക്ക് പകരം അത് ഒരു 500 പേരുടെ മുന്നിലേ നിങ്ങൾ ഇട്ടിരിക്കുന്ന പോസ്റ്റ് കാണിക്കും. അപ്പൊ അവരിൽ നിന്നേ നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ലൈക്കും ഷെയറൊക്കെ വളരെ കുറഞ്ഞു പോകും. ഇതാണ് സംഭവം. ഇങ്ങനെയാണ് റെസ്ട്രിക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഹാക്ക് ചെയ്യുക എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു കാര്യമാണ്. അത് തിരിച്ചെടുക്കാനുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ അതേപോലെ നിങ്ങളുടെ പേരിൽ വേറൊരാൾ നിങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങി, എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിൽ ഓപ്ഷൻസ് ഉണ്ട്. അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഫേസ്ബുക്കിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക, ഇത് എന്റെ പേരിൽ വേറെ ആൾ തുടങ്ങിയതാണ്. അപ്പൊ ഫേസ്ബുക്ക് അത് മറ്റേ ആൾക്ക് ഇമെയിലും ഇതൊക്കെ അയച്ചിട്ട് ചോദിക്കും, ഇതെങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട് എന്താണ്. അപ്പൊ അയാളുടെ ആധാർ കാർഡോ മറ്റേതോ വേണം, ഇല്ലെങ്കിൽ അയാളത് പോകും. മാത്രമല്ല ഇനി നിങ്ങൾ തന്നെ മറ്റുള്ളവരുടെ, ചില ആളുകളെല്ലാം പെണ്ണുങ്ങളുടെ ഐഡിയിൽ ചെയ്യാറുണ്ട്, ചില പെൺകുട്ടികളൊക്കെ തന്നെ ആൺകുട്ടികളുടെ ഐഡിയിലൊക്കെ ചെയ്യുന്നു. ആർക്കും എന്ത് പേരിലും തുടങ്ങാം. പക്ഷേ ഇത് ഒരിക്കൽ വൺസ് നിങ്ങൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഇത് ഒരു കേസായി വന്നാൽ, അതായത് നിങ്ങളിപ്പോ അങ്ങനെ ഒരു സപ്പോസ് ഞാനിപ്പോ ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു ഐഡി തുടങ്ങി, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ, ഒരാൾക്കൊരു കംപ്ലൈന്റ് ഇല്ലാത്ത രീതിയിൽ അത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഓക്കെ ആവും. പക്ഷേ അത് ഏതെങ്കിലും രീതിയിൽ ഒരാൾ അതൊരു കംപ്ലൈന്റ് ആയിട്ട് വരികയും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? നമ്മളുടെ ഇമെയിലും നമ്മളുടെ മൊബൈൽ നമ്പറും അതോടെ ബാനായി. പിന്നെ ഒരിക്കലും നമുക്ക് ആ ഇമെയിലിലോ ആ മൊബൈൽ നമ്പറിലോ നമുക്കൊരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റൂല. ഓൾറെഡി ഉള്ള അക്കൗണ്ട് പോവുകയും ചെയ്യും. ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകും.
ഈ ഫേക്ക് ഐഡിക്കാർ വളരെ ശ്രദ്ധിച്ചോളുക. എന്തെങ്കിലും അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് തീർന്നു, നിങ്ങൾക്ക് ഒരിക്കലും അത് ചെയ്യാനാവൂല. പിന്നെ ഒരു തെറ്റും ചെയ്യാത്ത ആളുകൾക്ക് പോലും ഈ റെസ്ട്രിക്ഷൻസും സസ്പെൻഷനും ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെയാന്നുള്ളത് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ സത്യം പറഞ്ഞ ഒരാളെയും ബുദ്ധിമുട്ടിക്കോ ഉപദ്രവിക്കുകയോ ആർക്കെതിരെ ഒന്നും ചെയ്തതിൽ ഒരു കമന്റ് പോലും ഇടാത്തൊരു മനുഷ്യന് പോലും അക്കൗണ്ട് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ അതിന്റെ ഒരു ഐഡിയ മനസ്സിലാക്കൂ. നമ്മൾ ഒരാൾക്ക് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നു. ഈ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നത് ഇത്ര ഒരു ഭീകരമായ പ്രശ്നമാണെന്നൊക്കെ നിങ്ങൾ അപ്പൊ ആലോചിക്കുന്നുണ്ടാവുക. പക്ഷെ ഫ്രണ്ട് റിക്വസ്റ്റ് നിങ്ങൾ ഒരാൾക്കോ രണ്ടാൾക്കോ ഇടുന്നതൊക്കെ ഓക്കെയാണ്. മറിച്ച് ഒരേ സമയം നിങ്ങൾ ഒരു 100 പേർക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിന്റെ AI സംവിധാനം ഇത് കണ്ടുപിടിക്കും. അപ്പൊ ഇതിനൊരു സംശയം വരും, ഇയാൾ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അത് ചെക്ക് ചെയ്യും. അതായത് ഇപ്പൊ ഒരാൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്ന ഒരു ഭീകരമായ തെറ്റല്ല, മറിച്ച് ആ വ്യക്തി നിങ്ങൾ തമ്മിൽ പരിചയമുള്ളവർക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാൻ പാടുള്ള ഒരു നിയമമുണ്ട്. അതായത് ആ AI സംവിധാനം നോക്കും ഈ വ്യക്തി മുൻകാലങ്ങളിൽ ഇപ്പൊ നിങ്ങൾ ഒരാൾക്ക് റിക്വസ്റ്റ് അയക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് അയാളുടെ കമന്റിന്റെ മറുപടി കിട്ടണം. അതും അല്ലെങ്കിൽ മെസ്സഞ്ചറിൽ നിങ്ങൾ അയാളും തമ്മിൽ ഒരു കണക്ഷൻ വേണം, എങ്കിൽ ഇത് ഓക്കെയാണ്. മറിച്ച് നിങ്ങൾ അയാൾക്ക് ഇന്നേ വരെ ഒരു മെസ്സേജ് അയച്ചിട്ടില്ല, അയാളെ ഒരു മെസ്സേജിന് മറുപടി കിട്ടിയിട്ടില്ല, മെസ്സഞ്ചറിലും നിങ്ങൾ ബന്ധപ്പെടുന്നില്ല, അതേസമയം നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരാൾക്ക് അയക്കുന്നു. ഇവിടെയാണ് അതിന്റെ AI സംവിധാനം ഇതെന്തോ പ്രശ്നമുണ്ടോ എന്ന് ചിന്തിക്കുന്നത്. ഇത് മനുഷ്യന്മാരല്ല നോക്കുന്നത്. ഇത് ഒരാൾക്കോ രണ്ടാൾക്കോ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. ചില ആളുകൾ ഒരേ സമയം ഒരു 100 പേർക്ക് ഇങ്ങനെ, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇവരുമായി ഒരു ബന്ധവുമില്ല. അതായത് ഫേസ്ബുക്ക് ബന്ധം മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇടുന്ന കമന്റ് അല്ല, നിങ്ങളുടെ കമന്റിന് മറുപടി തന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ആ വ്യക്തി. അതായത് ആ വ്യക്തിയും നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറുപടി തരൂ എന്നാണ് ഫേസ്ബുക്ക് മനസ്സിലാക്കി വെക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു കാര്യം നിങ്ങൾക്കൊരു വ്യക്തിയായിട്ട് ഇല്ലാതിരിക്കുകയും എന്നിട്ട് നിങ്ങൾ അയാൾക്ക് കൊണ്ടായിട്ട് റിക്വസ്റ്റ് ഇടുകയും ഇത് ഒരേ സമയം 100 പേർക്ക് ഇടുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. 1-2 ദിവസത്തേക്ക്, ഇത് ഒരുപാട് ദിവസത്തേക്കുള്ള പ്രശ്നമൊന്നുമല്ല, 1-2 ദിവസം ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. അവിടെ നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, മറിച്ച് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ്. അതേപോലെ തന്നെയാണ് ചില ആളുകൾ മറ്റുള്ള ഫേസ്ബുക്ക് ചിലർ ഹാക്ക് ചെയ്യും. ഇത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നാണ്, നിങ്ങളുടെ ഐഡിയിൽ നിന്നാണ്, നിങ്ങളുടെ ഇമെയിൽ ഐഡിയിൽ നിന്നാണ്, നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ നിന്നാണ് ഈ ഹാക്ക് ചെയ്യപ്പെട്ടതെന്ന് പിടിക്കപ്പെട്ടാൽ, നിങ്ങൾ ഹാക്ക് ചെയ്യുന്ന കാര്യം പിടിക്കപ്പെട്ടാൽ നിങ്ങൾ ലൈഫ് ടൈം നിങ്ങൾ ഫേസ്ബുക്ക് സസ്പെൻഡ് ആവും. നിങ്ങൾ ഏതൊക്കെ ഫേസ്ബുക്ക് നോക്കുന്നുണ്ടോ എല്ലാ ഫേസ്ബുക്കും സസ്പെൻഡ് ആവും. അതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതോടൊപ്പം ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പരസ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമല്ല. ഈ ചിലർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പരസ്യത്തിന് ഇതിന്റെ ഉള്ളിലൂടെ യൂസ് ചെയ്യും, ഓവറായിട്ടുള്ള പരസ്യം. ചെറിയത് ഓക്കെയാണ്. അപ്പൊ കൂടുതലായിട്ട് നിങ്ങൾ പരസ്യം മാത്രമായിട്ട് ഇതിനുള്ളിലൂടെ പോവുകയാണെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് 1-2 ദിവസത്തേക്ക് റെസ്ട്രിക്ട് ചെയ്യപ്പെടാനാണ്. അതേപോലെ ഒന്നും ചെയ്യാത്ത നിഷ്കളങ്കർക്ക് ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഫേസ്ബുക്ക് ബ്ലോക്ക് ആവുന്നതിന്റെ വേറൊരു കാരണമാണ് ഇവർ വയലന്റ് കണ്ടന്റ് ഇടുന്നത് കൊണ്ടാണ്. ചിലപ്പോൾ വല്ല യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് വളരെ ക്രൂരമായ സാധനം, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ CCTVയിലൊക്കെ വന്നിരിക്കുന്ന ചില ക്രൂരമായ ചില സാധനങ്ങൾ നമ്മൾ അതേപോലെ നമ്മൾ നല്ല ഉദ്ദേശത്തോടെയൊക്കെയാണ് ചെയ്യുന്നത്, നമ്മൾ ഒരാൾക്കെതിരല്ല. പക്ഷേ അത് വയലന്റ് കണ്ടന്റ് ആയതുകൊണ്ട് ഇത്തരം വയലന്റ് കണ്ടന്റ് നിങ്ങൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന വീഡിയോസ് പരിധി വിട്ട് വരുമ്പോൾ, അതുപോലെ തന്നെയാണ് പോൺ വീഡിയോസ്, ഇത്തരം വീഡിയോസ് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ അതിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആർക്കെതിരെ ഒന്നും പറയുന്നൊന്നുമില്ലെങ്കിലും നിങ്ങളുടെ ഫേസ്ബുക്ക് കുറച്ചു കാലത്തേക്ക് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിന്റെ ഐഡന്റിഫൈ അവിടെ പോയിട്ട് നമ്മൾ ഒരു ഇമെയിൽ അയക്കുക, ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ അവരത് എന്തുകൊണ്ട് റെസ്ട്രിക്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇട്ട് തരും. അപ്പൊ അവിടെ നമുക്ക് നമ്മളെ ഇത് പറഞ്ഞ് എടുക്കാൻ പറ്റണം. അതേപോലുള്ള ഒരു പ്രശ്നമാണ് നമ്മളിപ്പോ മൊബൈലെല്ലാം മാറ്റുമ്പോൾ, നമ്മൾ പുതിയ മൊബൈൽ മേടിച്ചു, ആ സമയത്ത് വീണ്ടും ഫേസ്ബുക്ക് നോക്കി ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ പണ്ട് പറഞ്ഞ പാസ്വേഡ് ഒന്നും എഴുതി വെച്ചില്ല, ഓർമ്മയില്ല, അതെല്ലാവർക്കും സംഭവിക്കാം. ഇത്തരം സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം? നമ്മളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് മൊബൈലിലേക്ക് അവരൊരു മെസ്സേജ് അയക്കും. ആ OTP നമ്പർ എന്ത് ചെയ്യുക, നമ്മളിവിടെ കൊടുക്കുക. അതോടെ നമ്മുടെ ഫേസ്ബുക്ക് തിരിച്ചു കിട്ടും. ഇതൊരു ഭീകരമായ പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ പാസ്വേഡ് മിസ്സായി കഴിഞ്ഞാൽ ഓർക്കുക, നമ്മളുടെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇതൊരു ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ചിലർ വ്യാജ പേരാണ് ഉപയോഗിക്കുന്നത്, നമ്മളെ പേരിന്റെ അല്ലാത്ത വേറെ പേരുകൾ യൂസ് ചെയ്യും. ഇത് ഏതെങ്കിലും രീതിയിൽ, ഇത് സാധാരണഗതിയിൽ ഒരാൾ നമുക്കെതിരെ കംപ്ലൈന്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇതൊരു ഭീകരമായ വിഷയമല്ല. ഒരാൾ കംപ്ലൈന്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് സസ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അക്കൗണ്ടേ അടിച്ചു പോകുക എന്ന് പറയുന്നതാണ് സസ്പെൻഡ് എന്ന് പറയുന്നത്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ്. പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഗവൺമെന്റ് നിങ്ങൾക്കെതിരെ കംപ്ലൈന്റ് ചെയ്യുന്നത്.
അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ വലിയ തീവ്രവാദം അങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ നിങ്ങൾ രാജ്യത്തിനെതിരെ രാജ്യം നശിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ, അല്ലാതെ ഭരണാധികാരി വിമർശിക്കലല്ല ഞാൻ പറയുന്നത്, അതിന്റെ അപ്പുറത്തേക്ക് ഒരു രാജ്യത്തെ തകർക്കുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സർക്കാർ നിങ്ങൾക്കെതിരെ ഇയാളുടെ ഫേസ്ബുക്കിലേക്ക് കംപ്ലൈന്റ് ചെയ്യും, ഇങ്ങേരുടെ ഒരു ഇതുണ്ട് പോസ്റ്റ് കാരണം ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് സർക്കാർ നിങ്ങൾക്കെതിരെ കൊടുക്കുന്നു എന്ന് വിചാരിച്ചോ, പിന്നെ നിങ്ങൾ വിട്ടു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ബ്ലോക്ക് ആകുമ്പോൾ നിങ്ങളുടെ സസ്പെൻഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അത് സീരിയസ് മിസ്റ്റേക്ക് ആണ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്, കംപ്ലീറ്റ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ വ്യക്തിപരമായി നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. നമ്മളിപ്പോ രാഷ്ട്രീയ നിരീക്ഷണമുണ്ട്, അതേപോലെ തന്നെ ഒരുവിധം കുറേ സബ്ജക്റ്റിലൊക്കെ ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അത് മതപരമായിക്കോട്ടെ രാഷ്ട്രീയ ആയിക്കോട്ടെ. പക്ഷെ എനിക്ക് ഇന്നേ വരെ ഒരു റെസ്ട്രിക്ഷനോ അതും അല്ലെങ്കിൽ ഒരു ബ്ലോക്കോ അങ്ങനെ റിപ്പോർട്ട് ഇങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. അതിന്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കി സന്തോഷ് പണ്ഡിറ്റ് ആയതുകൊണ്ടല്ല, തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് ഒരാളെ വിമർശിക്കുകയാണെങ്കിലും നമ്മൾ ബോധപൂർവ്വം ഒരാളെ പേഴ്സണൽ ഹറാസ് ചെയ്യുന്നില്ല. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. നമ്മുടെ അഭിപ്രായങ്ങൾ പറയരുതെന്ന് എവിടെയും പറയുന്നില്ല കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ അവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന രീതിയാണ് ഇന്നത്തെ പ്രശ്നം. നിങ്ങൾ വളരെ മോശമായ രീതിയിൽ ഒരു വ്യക്തിയെ ഇതാക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞു വിചാരിച്ചിട്ട് ഇപ്പൊ നിങ്ങളുടെ ഫേസ്ബുക്ക് അടിച്ചു പോകുന്നില്ല. അപ്പൊ ഇത്രയും കാലം എത്രയോ അങ്ങനെ അത്യാവശ്യം വിമർശനം ഉണ്ടാവാനുള്ള എത്രയോ വീഡിയോസ് അടക്കം നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും എന്റെ ഫേസ്ബുക്ക് ഇന്നേ വരെ എനിക്കൊരു റിപ്പോർട്ടിംഗ് വരാൻ ഒരു കാരണം സന്തോഷ് പണ്ഡിറ്റ് എപ്പോഴും ആ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ശരിക്കും കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം ഒരിക്കലും ഒരാളെ വളരെ മോശമായിട്ടോ തല്ലുക കൊല്ലുക ഈ രീതിയിലുള്ള ഒന്നും പറയാതെ പറയേണ്ടതൊക്കെ പറയും. ഇൻഡയറക്ട്ലി ചിന്തിച്ചാൽ നിങ്ങൾക്ക് മീനിങ് കിട്ടും. ഈ രീതിയാണ് സന്തോഷ് പണ്ഡിറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പൊതുവിൽ നമുക്ക് ഈ ബ്ലോക്കിൽ നിന്നും റെസ്ട്രിക്ഷൻസ് നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ഐഡിയ ആണ് നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യുക എന്നുള്ളത്. അതിപ്പോ അങ്ങനെയൊക്കെ അത് കുറച്ച് ഫേമസ് ആയ ആളുകൾക്കൊക്കെ മാത്രമേ വെരിഫൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പക്ഷെ വെരിഫൈ ചെയ്യപ്പെടുന്ന നിങ്ങൾ കുറച്ചുകൂടെ പ്രൊട്ടക്റ്റഡ് ആണ്. കാരണം അവർ കുറച്ചും കൂടെ നിങ്ങളെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കുന്നു. വെരിഫൈ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് മോണിറ്റൈസേഷൻ, നമുക്ക് എന്തെങ്കിലും 10 രൂപയൊക്കെ നമ്മുടെ വീഡിയോസ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ. അപ്പൊ നിങ്ങളുടെ കുറച്ചുകൂടി നിങ്ങൾ ഫേമസ് ആവുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഈ അക്കൗണ്ട് ഒന്ന് വെരിഫൈ ചെയ്യുന്നതിനാണ്. കാരണം വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾ കുറച്ചുകൂടി പ്രൊട്ടക്റ്റഡ് ആവും. അതേപോലെ തന്നെയാണ് നമ്മളെ വേറൊരാൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള പ്രശ്നം. ചിലപ്പോൾ അവർ അബദ്ധത്തിലൊക്കെ സംഭവിക്കാം. നമ്മളൊരാൾ ബ്ലോക്ക് ചെയ്തോ എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈസി വേ, ഒറ്റ നോട്ടത്തിൽ പലപ്പോഴും ഇയാളുടെ ID നിങ്ങൾക്ക് കിട്ടാത്ത പ്രശ്നം വരും. രണ്ടാമത്തത് നിങ്ങൾ ചെയ്യേണ്ട മെസ്സഞ്ചറിൽ പോയിട്ട് അയാൾക്കൊരു മെസ്സേജ് ഇടുക. അപ്പോ അതിൽ കാണിക്കും നിങ്ങളുടെ മെസ്സേജ് ആ വ്യക്തി ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ വ്യക്തി നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ആ വ്യക്തിയുടെയും നമ്മുടെയും കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് വിളിച്ചു പറയുക, ചേട്ടാ ഇങ്ങനെ ബൈ മിസ്റ്റേക്ക് എന്നെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ബ്ലോക്ക് ഒഴിവാക്കി കിട്ടുന്നതാണ്. അതുപോലെ തന്നെയാണ് സ്പാം മെസ്സേജ് അയക്കുന്നത്. അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ തെറ്റായ ഇൻഫർമേഷൻസ് ജനങ്ങളിലേക്ക് പാസ് ചെയ്യാം. ഞാൻ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോ നമ്മൾ പറയാണ് ഇന്ന രാഷ്ട്രീയ പാർട്ടി എല്ലാവർക്കും 5 GB ഡാറ്റ വെറുതെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ഈ രീതിയിൽ കളവായ തെറ്റായ കാര്യങ്ങൾ ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതായത് നിങ്ങൾ ഇതിപ്പോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗുണം കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അത് ശരിയാണെന്ന് വിശ്വസിച്ച് ചെയ്യുകയും അത് അവർക്ക് കിട്ടാതെ വരുമ്പോൾ അവർ പോയിട്ട് റിപ്പോർട്ട് ചെയ്യും. ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞിട്ടാ ഞാൻ ഇത് ചെയ്തേ, ഇയാളത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് പ്രൂവ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾ സ്പാം മെസ്സേജ് ആളുകൾക്ക് കൊടുത്തു, തെറ്റായ മെസ്സേജ് കൊടുത്തു, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ ഡയറക്റ്റ് ചെയ്തു മറ്റുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു, ഇങ്ങനെ അവര് ഒരു കംപ്ലൈന്റ് ആയിട്ട് വരികയാണെങ്കിൽ അത് ശരിയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്പാം മെസ്സേജ് ഗണത്തിലാണ് വരിക. ഇതും നിങ്ങളുടെ അക്കൗണ്ട് റെസ്ട്രിക്ട് ചെയ്യപ്പെടാനുള്ള കാരണമാണ്. ഇതും നിങ്ങളുടെ അക്കൗണ്ടിനെ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണമാണ്. ദാറ്റ് ഈസ് മതം, രാഷ്ട്രീയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഈ വ്യക്തിയെ വളരെ മോശമാക്കിക്കൊണ്ട് ചെയ്യുകയും ആ വ്യക്തി ഇതിനെതിരെ എന്നെ ഇങ്ങനെ വളരെ മോശമാക്കി ഈ വ്യക്തി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിക്കെതിരെ കംപ്ലൈന്റ് വരികയും ചെയ്യുമ്പോൾ അത് ഫേസ്ബുക്ക് നോക്കി അത് സീരിയസ് ആണ് തോന്നിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ വ്യക്തിയുടെ റീച്ച് കുറയ്ക്കും, അതുമല്ലെങ്കിൽ 1 ദിവസം 2 ദിവസം മാക്സിമം 3 മാസം വരെ നിങ്ങളുടെ അക്കൗണ്ട് റെസ്ട്രിക്ട് ചെയ്യപ്പെടും. ഈ അവസ്ഥയിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഭാഗം നിങ്ങൾക്ക് പറയാവുന്നതാണ്. നിങ്ങൾക്ക് അവിടേക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾ എവിടെയാണ് ഇതിന്റെ പ്രശ്നം വന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് വരുന്ന ഒരു പണിയാണ് തേർഡ് പാർട്ടി ടൂൾ ഉപയോഗിക്കുക. ദാറ്റ് ഈസ് അത് അപൂർവം ചില ആളുകൾ ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് വളരെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ മെസ്സേജ് ഇടുക, ഗുഡ് നൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഇതിടുക.
ഇത്തരം തേർഡ് പാർട്ടി ടൂൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ AI സംവിധാനത്തിന്, ഞാൻ പറഞ്ഞല്ലോ ഈ ഫേസ്ബുക്കിനായാലും യൂട്യൂബിനൊക്കെ ഈ AI സംവിധാനമുണ്ട്, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ഒരു വ്യക്തി എഴുതുന്നതല്ല, ഇതൊരു ടൂളാണ് എഴുതുന്നത്. ആ ടൂളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ അപൂർവമായിട്ട് ആളുകൾ ചെയ്യുള്ളൂ. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന അത് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് പോയി കിട്ടും, അത് സസ്പെൻഡ് ചെയ്യപ്പെടും. ചില ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു മെസ്സേജ് എഴുതി, സപ്പോസ് ഞാൻ പറയട്ടെ താങ്ക് യു എന്നാണ് വിചാരിച്ചോ, അത് എല്ലാത്തിനും ഈ താങ്ക് യു എന്നുള്ളത് ഇവര് കോപ്പി പേസ്റ്റ് അടിക്കും. അപ്പൊ അതിനൊരു കണക്കുണ്ട്. ഇത്ര കൂടി ഒരു മെസ്സേജിൽ ഒരേ മെസ്സേജ് തന്നെ നിങ്ങൾ ഇങ്ങനെ കോപ്പി പേസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് റെസ്ട്രിക്ട് ചെയ്യപ്പെടും. ഇങ്ങനെയും നിങ്ങളുടെ അക്കൗണ്ട് റെസ്ട്രിക്ട് ചെയ്യപ്പെടാം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ ചോദിക്കുക, തീർച്ചയായിട്ടും ഞാൻ മറുപടി തരുന്നതാണ്. അപ്പൊ അടുത്ത ദിവസം ഒരു കിഡിലെ സബ്ജക്റ്റുമായി സന്തോഷം ഷോ കാണാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.